കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദർ യേശുവിനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ലിഖിതം നിറവേറ്റാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവർ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികൾ വിശ്വസിക്കുവേൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ നിറവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി. അവിടെ താമസിച്ചു. വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വലോത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ആദ്യ രണ്ട് വായനയും പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ദൈവം തരുന്നൊരു കാര്യം, നിശബ്ദതയ്ക്ക് ഒരു ആഴമുണ്ടെങ്കിൽ, ഒരു ശബ്ദമുണ്ടെങ്കിൽ അതത്രത്തോളം അതിൻ്റെ മരിമയിൽ കേൾക്കുന്ന രണ്ട് വായനകൾ. ആദ്യത്തെ വായനയിൽ ജെറമ്യാ പ്രവാചകൻ ജീവിതത്തിലൂടെ ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും എത്രത്തോളം മറ്റുള്ളവരാൽ തള്ളിപ്പറയുകയും അപമാനിതനാവുകയും വേദനിപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പ്രവാചകൻ പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരും മനുഷ്യനായിരുന്നു കൊണ്ട് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ഈശോ എത്രത്തോളം ആ വേദനയിലൂടെ കടന്നുപോയി എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു വെള്ളിയാഴ്ച നമ്മൾ പരിശോധിക്കുമ്പോൾ, നോമ്പിലെ ഏറ്റവും അവസാനത്തെ വാരത്തിൽ ഈ ഒരു വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ രണ്ട് വായനയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈശോയെ അവരോരോരുത്തരും ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ക്രൂശിലേറ്റാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ ആരംഭിക്കുന്നു. അവിടെയും ഇവിടെയുമായിട്ട് പല മുറുമുറുക്കലും നടക്കുമ്പോഴും സംഭവിക്കുമ്പോഴും ഒരു പക്ഷേ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അത് ജെറമ്യാ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ സംഭവിച്ച ഓരോ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ആത്മജീവിതത്തിലും സത്യം പറയുമ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോഴും നമ്മളും പലപ്പോഴും ഭയത്തിന് നിഴലിലായിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് തന്നെയാണ്. ഓരോ പ്രാവശ്യവും സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും സത്യം പലപ്പോഴും ഏറ്റുപറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും തങ്ങളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈശോ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ആത്മീയജീവിതം നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ഇരുന്നു കൊണ്ട് പലപ്പോഴും നമ്മളും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ദൈവത്തിൻ്റെ കൃപ എന്നിൽ നിറയണമേ എന്നുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പ്രലോഭനങ്ങളിൽ പോലും എപ്പോഴും നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും മാറിപ്പോകാനല്ല, പക്ഷേ ഞാനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഓരോരുത്തരും ഞാൻ അതിലൂടെ കടന്നു പോകാൻ ഞാൻ പ്രാപ്തനാണ് എന്നുള്ള കാര്യം ദൈവത്തിന് തിരിച്ചറിയും. പക്ഷേ ഈ ഒരു ഇതിലൂടെ കടന്നു പോകാനുള്ള കൃപ എത്രത്തോളം എനിക്ക് വേണമെന്നുള്ള കാര്യം ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഉള്ളവരെ, ഈ രണ്ട് വായനകളും പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ദിവസത്തിൻ്റെ നിശബ്ദതയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, വലിയ വാരത്തിലേക്ക് ഇനി ഒരു ദിവസം പോലും നിൽക്കുമ്പോൾ എത്രത്തോളം ആഴമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെടലുകളും വേദനകളും സങ്കടങ്ങളും അപമാനങ്ങളൊക്കെ ആവർത്തിക്കുമ്പോഴും എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം,
ദൈവവും ഈ ഒരു രീതിയിലൂടെ കടന്നുപോയതാണ്. അല്ലെങ്കിൽ ദൈവപുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ സ്നേഹത്തിൻ്റെ പാരമ്യം തൻ്റെ ജീവിതത്തിലൂടെ കാണിക്കാൻ ഈ ഓരോ അവസ്ഥയിലൂടെയും കടന്നു പോകുമ്പോൾ ആ വേദനയുടെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കേണ്ടതെന്നുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ സഹനത്തിൻ്റെ തീച്ചൂളിൽ നിൽക്കുമ്പോഴും ആ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ പോലും തളരരുത്. ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ബോധ്യം കടന്നു വരാതെ ആ ഒരു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം. സങ്കീർത്തകൻ്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ 30-ാമത്തെ അധ്യായത്തിലും 61-ാം അധ്യായത്തിലും ഒരു നിസ്സഹായനായ മനുഷ്യൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു രീതി പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ചുറ്റിലും ഓരോ വ്യക്തികളും ഒറ്റപ്പെടുത്തുമ്പോഴും നീ എനിക്ക് താങ്ങായിട്ട് കടന്നു വരണമേ. ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടത്, ഒരിക്കൽ പോലും ഈ വേദനകളിലും സഹനങ്ങളിലും ഒന്നും ദൈവം എന്നെ ഒറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും തിരിച്ചറിയുക, നിങ്ങൾ എന്തിനാണ്, അല്ലെങ്കിൽ എന്നിൽ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ തുനിയതെന്നുള്ള കാര്യം ഈശോ ചോദിക്കുന്നുണ്ട്. അത്രത്തോളം അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് പോലും അവരോരോരുത്തരും തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥയിൽ ഈശോ എത്തി നിൽക്കുമ്പോഴും നമ്മുടെ മുമ്പിലേക്ക് മാനുഷികമായിട്ട് പരിചയപ്പെടുത്തുന്ന ജെറമ്യാ പ്രവാചകൻ്റെ ജീവിതം അത്രമേൽ പലപ്പോഴും നമ്മുടെ ജീവിതമായിട്ട് പലപ്പോഴും ബന്ധപ്പെട്ടെടുക്കുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജീവിതം നയിക്കുമ്പോൾ വ്യത്യസ്തരായിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുമ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ മാതൃകകൾ പലപ്പോഴും നമ്മൾ പിഞ്ചെല്ലുമ്പോൾ നമ്മളും പലപ്പോഴും ഒറ്റപ്പെട്ടു പോയേക്കും. ഒരു പക്ഷേ പഴയകാലങ്ങളിലൊക്കെ ഒരു നന്മ ചെയ്യുമ്പോൾ പലപ്പോഴും ചുറ്റിലുമുള്ള ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മുടെ തന്നെയായിട്ടുള്ള സ്വന്തം എന്ന് പറയുന്ന പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവനും അവളും ഒക്കെ ഒരു വിശുദ്ധനായിട്ട് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പുണ്യാളനായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നു എന്നുള്ള കാര്യം. പലപ്പോഴും ഇതൊരു പരിഹാസത്തിന് മുന്നോട് ചേർത്ത് വയ്ക്കുമ്പോഴും നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എവിടെ നീ അപമാനിതനാകുന്നു അവിടെ നീ വിജയിക്കാൻ തമ്പുരാൻ നിന്നെ ഒരുക്കുമെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. കാരണം ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുമ്പോഴും വേദനിച്ചു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ വേളയിലൂടെ കടന്നു പോകുമ്പോഴും എപ്പോഴും പിശാചായിട്ടുള്ള ഒരു ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും നടക്കുന്നത്, നീ ഒറ്റപ്പെട്ടവനാണ്, ദൈവം നിന്നെ കൂടെയില്ല എന്നുള്ള കാര്യമാണ്. ഒരു പക്ഷേ പഴയ വാനിലൂടെയൊക്കെ തമ്പുരാൻ നമ്മളോട് പറയുന്നൊരു കാര്യം, ആ ഒരു ഇസ്രായേൽ ജനത്തോട് ഒന്നടങ്കം പകൽ മേഘസ്തംഭമായിട്ട് അഗ്നിഗോളമായിട്ടും സുഷിരത്തിൽ കടന്നു വരുമ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള നിറസാന്നിധ്യം തമ്പുരാൻ ഉറപ്പാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനും നീയും ഒരിക്കൽ പോലും ഒറ്റപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന, എൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവം എനിക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, അത് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ്. ഈ ഒരു വാരത്തിലേക്ക് നമ്മൾ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു നോമ്പിൻ്റെ ഒക്കാലത്ത് നമ്മളെപ്പോഴും തിരിച്ചറിഞ്ഞ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ജീവിതമായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും ബന്ധപ്പെടുമ്പോഴും നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം, ഈശോയും ഈ വേദനയിലൂടെ കടന്നുപോയി. ഒരു പക്ഷേ ആ ഒരു വേദനയുടെ പാരമ്യത്തിലില്ല, പക്ഷേ വേദനയുടെ ആരംഭം എന്നോണം തന്നെയേറെ സ്നേഹിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് ഈ ഗൂഢാലോചനയും മുറുമുറുപ്പും അപമാനങ്ങളും ഒക്കെ ഏറ്റെടുക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോകും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആ ഒരു ആചാതിരാജനായിട്ടുള്ള ദൈവം എനിക്ക് വേണ്ടി പൊരുതും എന്നുള്ള കാര്യം ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം. ഒരിക്കൽ പോലും ഈ വിശ്വാസത്തിൻ്റെ ആ ഒരു മോശം കാലഘട്ടത്തിൽ പോലും ഭയത്തോടെ വിഹരിക്കാതെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു പരാശത്തിൽ പലപ്പോഴും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.